ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്നൊരു സാമ്പാർ പൗഡർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എല്ലാം ഓരോ സ്പൂൺ വീതമാണ് ഇവിടെ എടുത്തിരിക്കുന്ന ചേരുവകൾ. കുരുമുളക്, നമ്മുടെ മട്ട റൈസ്, പിന്നെ നമ്മുടെ തുവരപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, ചെറിയ ജീരകം, ഉലുവ, അതുപോലെ ഒരു 4-5 വറ്റൽമുളക്, പിന്നെ ഒപ്പം തന്നെ ഒരു 4-5 വെളുത്തുള്ളിയും ഒരു 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കിപ്പോൾ കായം വറുക്കുന്നില്ല, കാരണം കായപ്പൊടിയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സാമ്പാർ പൗഡർ ഇതെല്ലാം പൊടിച്ചതിന് ശേഷം, വറുത്ത് പൊടിച്ചതിന് ശേഷമാണ് ഈ പൗഡർ ചേർക്കുന്ന, കായത്തിൻ്റെ പൗഡർ. അപ്പോൾ ഞാനിതെല്ലാം ഓരോന്നായി ഒന്ന് വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മുടെ വെളുത്തുള്ളി വറുക്കാനായി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വറുത്ത് മാറ്റിയതിന് ശേഷം നമുക്കിതിൽ നമ്മുടെ കറിവേപ്പില ഒന്ന് വറുത്ത് കോരി മാറ്റാം. നമ്മുടെ വെളുത്തുള്ളി ഇവിടെ ഏകദേശം വറവായിട്ടുണ്ട്. ഇതിലേക്ക് കറിയിലേക്ക് ഇടുവാണ്. രണ്ടും കൂടി നന്നായി വറുത്തതിന് ശേഷം ഇത് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ചേരുവകൾ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ വറ്റൽ മുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വറുത്തതിന് ശേഷം നമ്മുടെ ഈ ചേരുവകളെല്ലാം കൂടി വറുത്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വറ്റൽ മുളക് വറുത്തെടുത്തു. ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളത് നമ്മുടെ റൈസാണ്, മട്ട റൈസ്. അപ്പോൾ ഇതൊന്ന് വറുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള നമ്മുടെ ചേരുവകൾ വറുത്തെടുക്കാവുന്നതാണ്. നമ്മുടെ മുഴുവൻ മല്ലിയാണ് കേട്ടോ ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ മല്ലി ഇവിടെ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി നമ്മുടെ ബാക്കിയുള്ള ചേരുവയിലേക്ക് ചേർക്കാം. ഇനി നമ്മുടെ തുവരപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാനായി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വറുത്തതിന് ശേഷം അടുത്ത് നമുക്ക് ബാക്കിയുള്ള ചേരുവ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ ചേരുവകളെല്ലാം ഇവിടെ വളരെ നന്നായി തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുത്താൽ മാത്രമേ നമുക്കത് പൊടിച്ചെടുക്കുവാൻ കഴിയുകയുള്ളൂ. ഇത് പൊടിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഒരു എയർ ടൈറ്റായിട്ടുള്ളൊരു ടിന്നിൽ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഏറെ നാൾ ഇത് കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം ഞാൻ പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ ചേരുവകളെല്ലാം തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം ഒന്ന് നന്നായി പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ വറുത്തെടുത്ത ചേരുവകളിലേക്ക് മഞ്ഞളിൻ്റെ പൊടിയും നമ്മുടെ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സാമ്പാർ പൗഡർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം ഈ സാമ്പാർ പൗഡറിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് കൂടി ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ടാറ്റ, അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.